ഒരു ആശുപത്രിയിലേക്ക് നമ്മൾ പോകുന്നത് എന്തിനാണ്? ജീവൻ രക്ഷിക്കാൻ. പക്ഷേ അതേ ആശുപത്രികളിൽ രോഗികളെ ചികിത്സിക്കുന്ന ഡോക്ടർമാർക്കാണ് സ്വന്തം ജീവിതം സുരക്ഷിതമല്ലെന്ന് തോന്നിയാൽ, അതും ഒരു ജനപ്രതിനിധിയുടെ നേതൃത്വത്തിൽ ആക്രമണം നടന്നുവെന്ന ആരോപണമുയർന്നാൽ, ഇപ്പോൾ മഹാരാഷ്ട്രയിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിരിക്കുകയാണ് അത്തരമൊരു സംഭവം. താനെ ജില്ലയിലെ ഡോംബിവലിയിലെ ശാസ്ത്രിനഗർ മുനിസിപ്പൽ ആശുപത്രിയിൽ നടന്ന ഡോക്ടർമാർക്കെതിരെ ആക്രമണം സംസ്ഥാനമൊട്ടാകെ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ആക്രമണത്തിന് പിന്നാലെ 2 ഡോക്ടർമാരും മറ്റു ചില ആശുപത്രി ജീവനക്കാരും രാജിവെച്ചതോടെയാണ് വിഷയം ദേശീയ ശ്രദ്ധ നേടിയത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഡോക്ടർമാർ ജോലി ഉപേക്ഷിക്കാൻ വരെ നിർബന്ധിതരായത്? സംഭവം നടന്നത് താനെ ജില്ലയിലെ ഡോംബിവലിയിലെ KDMCAയുടെ ശാസ്ത്രിനഗർ ആശുപത്രിയിലാണ്. ഒരു നവജാത ശിശുവിനെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ അവിടെയുള്ള NICU, അതായത് നവജാത ശിശുക്കൾക്കുള്ള തീവ്രപരിചരണ വിഭാഗത്തിൽ കിടക്കകൾ ഒഴിവില്ലായിരുന്നു. അതിനാൽ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ കൂടുതൽ സൗകര്യമുള്ള മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് ഡോക്ടർ കുടുംബത്തോട് നിർദ്ദേശിച്ചു. ഇത് മെഡിക്കൽ രംഗത്ത് വളരെ സാധാരണമായ ഒരു നടപടിയാണ്. ആവശ്യമായ ചികിത്സ ലഭിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് ഇത്തരമൊരു റെഫറൽ നൽകുന്നത്. എന്നാൽ ഈ നിർദ്ദേശത്തിന് പിന്നാലെ കാര്യങ്ങൾ അപ്രതീക്ഷിതമായി മാറി. ആശുപത്രിയിലെത്തിയത് ശിവസേന കോർപ്പറേറ്റർ രമേഷ് മാത്രയും അദ്ദേഹത്തിന്റെ അനുയായികളുമാണെന്നാണ് പോലീസ് കേസ് പറയുന്നത്. തുടർന്ന് ആശുപത്രിക്കുള്ളിൽ ഡോക്ടർമാരെയും ജീവനക്കാരെയും മർദ്ദിച്ചെന്നാണ് ആരോപണം. ആശുപത്രിയിലെ CCTV ദൃശ്യങ്ങളും മൊബൈൽ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചു. ഒരു വനിതാ ഡോക്ടറെ കൈയേറ്റം ചെയ്യുന്നതും മറ്റ് ജീവനക്കാരെ ആക്രമിക്കുന്നതും വീഡിയോയിൽ കാണാമെന്നാണ് റിപ്പോർട്ടുകൾ. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ പ്രതിഷേധം അതിവേഗം ശക്തമായി. സംഭവത്തിൽ ശിവസേന കോർപ്പറേറ്റർ രമേഷ് മാത്രയ്ക്കും മറ്റ് 5 പേർക്കുമെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. പിന്നീട് 3 അനുയായികളെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ രമേഷ് മാത്രയും പോലീസിന് മുന്നിൽ കീഴടങ്ങുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ അറസ്റ്റ് നടന്നതോടെ പ്രതിഷേധം അവസാനിച്ചില്ല. ആക്രമണത്തിനിരയായ ഡോക്ടർമാരിൽ ഒരാൾ പിന്നീട് രാജിവെച്ചു. തനിക്കിനി ഇവിടെ സുരക്ഷിതമായി ജോലി ചെയ്യാൻ കഴിയില്ലെന്നും താൻ നഗരം വിട്ടെന്നും വീണ്ടും അവിടെ തിരിച്ചു പോകില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. മറ്റൊരു ഡോക്ടറും രാജി സമർപ്പിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഇത് വെറും 2 ഡോക്ടർമാരുടെ രാജിയല്ലായിരുന്നു. ഇന്ന് ഇവർക്ക് സംഭവിച്ചാൽ നാളെ ഞങ്ങൾക്കും സംഭവിക്കാം എന്ന ആശങ്കയാണ് മെഡിക്കൽ സമൂഹത്തിനിടയിൽ ഉയർന്നത്. തുടർന്ന് മഹാരാഷ്ട്രയിലെ വിവിധ സർക്കാർ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും ഡോക്ടർമാരും നഴ്സുമാരും പ്രതിഷേധവുമായി രംഗത്തെത്തി. ആശുപത്രികൾ സുരക്ഷ ഉറപ്പാക്കണമെന്നും ആരോഗ്യ പ്രവർത്തകർക്കെതിരെ ആക്രമണങ്ങൾ തടയാൻ കർശന നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് അവരുടെ പ്രധാന ആവശ്യം. ഇതിനിടെ രാഷ്ട്രീയ വിവാദവും ശക്തമായി. ആക്രമണം നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന കോർപ്പറേറ്റർ അറസ്റ്റിലായതിനു ശേഷം ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടതും വിവാദമായി. പ്രതിഷേധക്കാർക്ക് ഇത് പ്രത്യേക പരിഗണനയാണെന്ന് ആരോപണവും ഉയർന്നു. അതേസമയം ശിവസേനയിലെ മറ്റുള്ള MLA ആക്രമണത്തെ ന്യായീകരിക്കുന്ന തരത്തിൽ കോപത്തിൽ സംഭവിച്ചതാകാം എന്ന പരാമർശം നടത്തിയതും കൂടുതൽ വിമർശനങ്ങൾക്കിടയായി. ഇവിടെ ഒരു വലിയ ചോദ്യം ഉയരുന്നു. ഡോക്ടർമാർക്കെതിരായ ആക്രമണങ്ങൾ എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്? ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർ പറയുന്നത് രോഗിയുടെ മരണം, ചികിത്സയിലെ താമസം, ബെഡ് ലഭിക്കാതിരിക്കുക, മറ്റൊരു ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യേണ്ടി വരിക തുടങ്ങിയ സാഹചര്യങ്ങളിൽ പലപ്പോഴും ബന്ധുക്കളുടെ വികാരങ്ങൾ നിയന്ത്രണം വിട്ട് ആക്രമണത്തിലേക്ക് നീങ്ങാറുണ്ടെന്നാണ് പറയുന്നത്. എന്നാൽ അതൊന്നും ആശുപത്രിക്കുള്ളിൽ ആരോഗ്യ പ്രവർത്തകരെ മർദ്ദിക്കാൻ ഒരു ന്യായീകരണമല്ലെന്നാണ് മെഡിക്കൽ സംഘടനകളുടെ വാദം. മഹാരാഷ്ട്രയിൽ ആരോഗ്യ പ്രവർത്തകരെ സംരക്ഷിക്കാൻ പ്രത്യേക നിയമമുണ്ടെങ്കിലും അത് കർശനമായി നടപ്പിലാക്കില്ലെന്നാണ് ഡോക്ടർമാരുടെ ആരോപണം. രാജ്യവ്യാപകമായി എല്ലാ ആരോഗ്യ പ്രവർത്തകരെയും സംരക്ഷിക്കുന്ന ശക്തമായ കേന്ദ്ര നിയമം വേണമെന്ന ആവശ്യം വീണ്ടും ശക്തമായി ഉയരുകയാണ്.